സത്യത്തിൽ ഇറാൻ എത്ര തന്നെ വെറുക്കപ്പെട്ട രാജ്യമായിരുന്നാൽ തന്നെ ഇറാൻ വളരെ ശക്തമായി തന്നെയാണ് ഈ ഒരു യുദ്ധത്തിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നതിൽ വളരെ വ്യക്തമാകുന്നു. അതിൽ ഏറ്റവും ഒടുവിൽ നമുക്ക് വ്യക്തമാകുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഇസ്രയേലിൽ അണുവികരണം അല്ലെങ്കിൽ രാസചോർച്ച ഉണ്ടായോ എന്ന പരിശോധന നടത്തേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോഴാണ് ഇറാൻ എത്രത്തോളം ക്രൂക്കഡായിട്ട് ഈ അറ്റാക്ക് തുടങ്ങിയിരിക്കുന്നു എന്ന് വ്യക്തമാകുന്നത്. ഇറാനിലെ സ്റ്റീൽ പ്ലാന്റ് ആക്രമിച്ച ഇസ്രയേലിന് തിരിച്ചടി നൽകി ഇറാൻ. ഇസ്രയേലിലെ ബിർഷേബയിൽ കെമിക്കൽ ഫാക്ടറിക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ആക്രമണത്തിൽ ഒരാൾക്കാണ് പരിക്കേറ്റത്. അപകടകരമായ രാസവസ്തുക്കൾ വായുവിൽ കലർന്നതായും പുറത്തിറങ്ങരുത് എന്നും പ്രദേശവാസികൾ നിർദ്ദേശം നൽകി. ഫാക്ടറിയിലെത്തി ഇതുവരെയും നിയന്ത്രണ വിധേയമാക്കാനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ബിർഷേബ നഗരത്തിന്റെ ദക്ഷിണ ഭാഗത്തുള്ള ന്യോഡ് ഹോവാവ് മേഖലയിലെ ഫാക്ടറിയിലാണ് മിസൈൽ ആക്രമണം നടന്നത്. അപകടത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പശ്ചിമേഷ്യയെ ഭീതിയുടെ മുൾമുനയിലേക്ക് തള്ളിവിട്ട ഇസ്രായേലും യുഎസും ഇറാനെ ആക്രമിച്ചതിന് പിന്നാലെയുണ്ടായ യുദ്ധത്തിൽ ഇറാനും ഹിസ്ബുള്ളയും പുറമെ ഹൂതികളും കൂടി പോർമുഖം തുറന്നതോടുകൂടി ഇസ്രായേൽ ജാഗ്രതയാണ്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള നേരിട്ടുള്ള ആക്രമണങ്ങളും ലബനൻ അതിർത്തിയിലെ ഹിസ്ബുള്ളയുമായുള്ള കടുത്ത പോരാട്ടവും ഇസ്രായേലിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. വടക്ക് നിന്ന് ഹിസ്ബുള്ളയും കിഴക്ക് നിന്ന് ഇറാനും ആക്രമണം നടത്തുമ്പോൾ തെക്ക് ഭാഗത്ത് നിന്ന് യമനിലെ ഹൂതി വിമതരും ഇസ്രായേലിനെതിരെ നീങ്ങുന്നുണ്ട്. ഇതോടെ ഒരേ സമയം 3 വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിന്നുള്ള ഭീഷണിയെയാണ് ഇസ്രായേൽ പ്രതിരോധ സേന നേരിടുന്നത്. എന്നാൽ ഈ ഭീഷണി നേരിടും എന്നതാണ് ഇസ്രായേൽ വിലയിരുത്തുന്നത്. അതേസമയം ലബനൻ അതിർത്തിയിലാണ് നിലവിലെ ഏറ്റവും രൂക്ഷമായ പോരാട്ടം നടക്കുന്നത്. തെക്കൻ ലബനനിലേക്ക് കരമാർഗമുള്ള സൈനിക നീക്കം ഇസ്രായേൽ ശക്തമാക്കിയിരിക്കുകയാണ്. നേരത്തെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേലും അമേരിക്കയും നടത്തിയ സംയുക്ത ആക്രമണത്തിൽ രാജ്യത്തെ പ്രധാന ആണവ നിലയങ്ങൾക്കും ഉരുക്ക് ഫാക്ടറികൾക്കും കനത്ത നാശനഷ്ടം സംഭവിച്ചു. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് പേരിട്ട സൈനിക നീക്കത്തിലൂടെ ഇസ്രായേൽ പ്രതിരോധ സേന ഇറാനിലെ അരാഖ് ഹെവി വാട്ടർ പ്ലാന്റും യാസ്ദരി യുറേനിയം ഖനന കേന്ദ്രവും തകർത്തു. ആണവായുധ നിർമ്മാണത്തിന് ആവശ്യമായ പ്ലൂട്ടോണിയം, യുറേനിയം എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന കേന്ദ്രങ്ങളെയാണ് ഇസ്രായേൽ ലക്ഷ്യം വെച്ചത്. അരാഖ് പ്ലാന്റിലെ പ്ലൂട്ടോണിയം ഉൽപാദനം തടയാനും യാസ്ദിലെ യുറേനിയം സമ്പുഷ്ടീകരണം തടസ്സപ്പെടുത്താനുമാണ് ഈ നീക്കമെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചു. ആണവ നിലയങ്ങൾക്ക് പുറമെ ഇറാന്റെ സാമ്പത്തിക നട്ടലായ ഇസഫാനിലെയും ഖുസേസ്താനിലെയും 2 വലിയ ഉരുക്ക് ഫാക്ടറികൾക്ക് നേരെയും ശക്തമായ ആക്രമണമാണ് ഉണ്ടായത്. ഇസഫാനിലെ മൊബാരക്കെ സ്റ്റീൽ കമ്പനിയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 15 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഖുസേസ്താനിലെ ഫാക്ടറിയിൽ 16 തൊഴിലാളികൾക്കാണ് പരിക്കേറ്റത്. ഏപ്രിൽ 6 വരെ ആക്രമിക്കില്ല എന്ന് US പ്രസിഡന്റ് ട്രംപ് അറിയിച്ചിരുന്നു. കൂടാതെ ചർച്ചകൾ നന്നായി പോകുന്നു എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നതിനിടയിലാണ് ഈ നയത്തിന് വിരുദ്ധമായി ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇസ്രായേലിന്റെ ഈ നടപടിക്ക് കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അറഗചി മുന്നറിയിപ്പ് നൽകി. സമാധാന ചർച്ചകൾ പുരോഗമിക്കവേ സിവിലിയൻ കേന്ദ്രങ്ങളെയും സാമ്പത്തിക സ്രോതസ്സുകളെയും ആക്രമിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്ന് അദ്ദേഹം എക്സിലൂടെ വ്യക്തമാക്കി. ആക്രമണത്തെ തുടർന്ന് ടെഹ്റാൻ, ഇസഫാൻ, ഷിഹാസ്, ത്രബിസ് തുടങ്ങി പ്രധാന നഗരങ്ങളിലെല്ലാം മണിക്കൂറുകളോളം സ്ഫോടന ശബ്ദങ്ങൾ മുഴങ്ങിക്കേട്ടത് ജനങ്ങളിൽ കടുത്ത ഭീതി പടർത്തിയിട്ടുണ്ട്. സ്ഫോടനങ്ങളുടെ ആഘാതത്തിൽ പലയിടത്തും കെട്ടിടങ്ങൾ കുലുങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം 5ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോഴാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ തന്നെ അരങ്ങേറുന്നത്. ഇറാനിൽ കരയുദ്ധത്തിന് മുതിരുന്നത് അമേരിക്കൻ സൈന്യത്തിന് വൻ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. മരണച്ചുഴി എന്നാണ് ഇറാന്റെ ഉന്നത വൃത്തങ്ങൾ ഈ സാഹചര്യത്തെ വിശേഷിപ്പിച്ചത്. ആയിരക്കണക്കിന് നാവികരുമായി US കപ്പലായ USS ട്രിപ്പോളി കഴിഞ്ഞ വെള്ളിയാഴ്ച മിഡിൽ ഈസ്റ്റിൽ എത്തിയതോടുകൂടിയാണ് മേഖലയിൽ യുദ്ധഭീതി വർദ്ധിച്ചത്. നയതന്ത്ര പരിഹാരങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അമേരിക്ക കരയാക്രമണത്തിന് പദ്ധതിയിടുകയാണ് എന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബദ് ആരോപിച്ചു. തങ്ങളുടെ മിസൈലുകൾ സർവ്വസജ്ജമാണെന്നും ഏത് ആക്രമണത്തെയും നേരിടാനുള്ള ഇറാന്റെ നിശ്ചയദാർഢ്യം വർദ്ധിച്ചിരിക്കുകയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ഇറാനിലൊരു പൂർണ്ണ തോതിലുള്ള അധിനിവേശത്തിന് അമേരിക്ക തയ്യാറായേക്കില്ല എന്നും പകരം തന്ത്രപ്രധാനമായ ചില കേന്ദ്രങ്ങളിൽ മിന്നലാക്രമണങ്ങൾ നടത്താനാണ് സാധ്യത എന്നും US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ US സൈന്യത്തിന്റെ കമാൻഡിംഗ് അധികാരം തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നവരുടെ കൈകളിൽ എത്തിയത് സൈന്യത്തെ അപകടകരമായ മരണക്കെണിയിലേക്കാണ് നയിക്കുന്നത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വക്താവ് ഇബ്രാഹിം സോൾഫാഗാരി വിമർശിച്ചു.
പേർഷ്യൻ ഗൾഫിലെ ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കുന്നതും ഹോർമോസ് കടലിടുക്കിന് സമീപമുള്ള തീരപ്രദേശങ്ങളിൽ റെയ്ഡ് നടത്തുന്നതും അമേരിക്കൻ സൈനിക നേതൃത്വത്തിന്റെ ആലോചനയിലുണ്ട്. വാണിജ്യ സൈനിക കപ്പലുകളെ ലക്ഷ്യമിടാൻ സാധ്യതയുള്ള ഇറാന്റെ ആയുധങ്ങൾ നശിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിനായി ഏതാനും മാസങ്ങൾ വേണ്ടി വന്നേക്കാമെന്നാണ് US കണക്കുകൂട്ടൽ. എങ്കിലും കരസേനയുടെ സഹായമില്ലാതെ തന്നെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുമെന്ന് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കിയിട്ടുണ്ട്. 5 ആഴ്ച പിന്നിട്ട യുദ്ധം ഇതിനകം തന്നെ ആഗോള എണ്ണവാതക വിതരണത്തെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. വള്ളം ക്ഷാമത്തിനും വ്യോമ ഗതാഗത തടസ്സത്തിനും ഇത് കാരണമായി. ഹോർമോസ് കടലിടുക്കിൽ ഇറാൻ ഏർപ്പെടുത്തിയ ഉപരോധം ആഗോള വിപണിയെ പിടിച്ചുലച്ചിരിക്കുകയാണ്. യുദ്ധം തുടങ്ങിയതിനു ശേഷം ക്രൂഡ് ഓയിൽ വില ബാരലിന് 50 പൗണ്ടിൽ നിന്ന് 85 പൗണ്ടായി ഉയർന്നു. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 13 US സൈനികർക്ക് ജീവൻ നഷ്ടമായി. US അസോസിയേറ്റഡ് പ്രസ് നടത്തിയ സർവേ പ്രകാരം 62% അമേരിക്കക്കാരും ഇറാനിലെ കരയുദ്ധത്തിന് എതിരാണ്. കേവലം 12% പേർ മാത്രമാണ് ഇതിനെ അനുകൂലിക്കുന്നത്. ഖാർഗ് ദ്വീപ് പോലെയുള്ള സ്ഥലങ്ങളിൽ അധിനിവേശം നടത്തുന്നത് സൈനികർക്ക് വലിയ അപകടമുണ്ടാകുമെന്ന് സൈനിക വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. ഇറാന്റെ ഡ്രോണുകൾക്കും പീരങ്കി ആക്രമണങ്ങൾക്കും മുന്നിൽ സൈനികർ ഇരകളാകാൻ സാധ്യതയുണ്ട് എന്ന് വാഷിംഗ്ടൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നിയർ ഈസ്റ്റ് പോളിസി ഡയറക്ടർ മൈക്കൽ എസൻസ്റ്റാഡ് പറയുന്നു. ഇതിനിടെ ഹോർമോസ് കടലിടുക്കിലെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ബ്രിട്ടനും നീക്കം തുടങ്ങിയിട്ടുണ്ട്. നൂതന ഡ്രോണുകൾ സജ്ജീകരിച്ച RFA ലൈംബേ എന്ന കപ്പൽ മേഖലയിലേക്ക് അയക്കാൻ ബ്രിട്ടൻ ആലോചിക്കുന്നുണ്ട്. ഹോർമൂസ് തുറക്കാൻ ബ്രിട്ടൻ സജീവമായി ഇടപെടണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഇറാനുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്ന് ട്രംപ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും വൈറ്റ് ഹൗസുമായി ചർച്ചയില്ലെന്ന നിലപാടിലാണ് ഇറാൻ. ഹോർമോസ് കടലിടുക്കിലെ ഉപരോധം അവസാനിപ്പിക്കാൻ ഏപ്രിൽ 6 വരെ ട്രംപ് സമയം അനുവദിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ കടുത്ത ആക്രമണം ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ഇതിനിടെ വരും ദിവസങ്ങളിൽ പാകിസ്ഥാൻ മുൻകൈയെടുത്ത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾക്ക് വേദി ഒരുക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലും സമീപ നഗരമായ കരാജിലും ഊർജ്ജ നിലയങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് വൈദ്യുത ബന്ധം ഭാഗികമായി തന്നെ തടസ്സപ്പെട്ടു. US സൈന്യം ഇറാൻ മണ്ണിൽ കാലുകുത്തിയാൽ നേരിടേണ്ടി വരുന്ന പ്രത്യാഘാതങ്ങൾ ഭയാനകമായിരിക്കുമെന്ന് സൈനിക വക്താവ് ഇബ്രാഹിം സൊൽഫഖാരി വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കി. 10,000-ഓളം സൈനികരെ കൂടി മേഖലയിലേക്ക് അയക്കാൻ വാഷിംഗ്ടൺ ആലോചിക്കുന്നതായും റിപ്പോർട്ടുണ്ട്. ഇതിനിടെ അമേരിക്കയുടെ ഇരട്ടത്താപ്പിനെ വിമർശിച്ച് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖലീബാവും രംഗത്തെത്തി. പുറമെ നയതന്ത്രത്തെക്കുറിച്ച് സംസാരിക്കുകയും എന്നാൽ രഹസ്യമായി ഇറാനെ ആക്രമിക്കാൻ പദ്ധതിയിടുകയുമാണ് അമേരിക്ക എന്ന് അദ്ദേഹം ആരോപിച്ചു.